ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലിൻഡ വർഗീസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസ് ആണ് കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് വിദേശ രാജ്യമൊന്നുമല്ല, നമ്മുടെ കൊച്ചു സുന്ദരമായ കേരളം തന്നെയാണ്. കേരളത്തിൽ ഇത്രയും നല്ല മനോഹരമായ റോഡുകൾ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് അഭിമാനമായിട്ടൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ റോഡിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഈ ബൈപ്പാസിൽ ഇതുപോലെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്, കൂടാതെ ഒരു ട്രാഫിക് സിഗ്നൽ പോസ്റ്റും ഉണ്ട്. ഇവിടുത്തെ മാക്സിമം സ്പീഡ് ലിമിറ്റ് 80 km/h എന്നാണ് കണ്ടത്. അത് കുറച്ച് കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു സംശയം. കാരണം അത്ര മനോഹരമായ റോഡാണിത്. ഇത്രയും നല്ലൊരു റോഡിൽ 80 km ഇച്ചിരി കുറവ് പോലെ എനിക്ക് തോന്നി. വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ഓരോ ട്രാക്കിനും ഓരോ സ്പീഡ് ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കുമെന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഈ റോഡ് മഹാരാഷ്ട്രയിലെ പനവേലിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരി വരെ പോകുന്ന NH-66 ആണ്. പല സ്ഥലത്തും ഇതിന്റെ പണി ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം മഴക്കാലമായപ്പോൾ പലയിടത്തും വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അപകടങ്ങളൊക്കെ കൂടുന്നുണ്ട്. എന്തുതന്നെയായാലും ഇത്രയും മനോഹരമായ റോഡൊക്കെ നമ്മുടെ നാട്ടിലും വന്നല്ലോ. ഇതിന്റെ പണിയൊക്കെ പൂർത്തിയായി. ഭാവിയിൽ നമുക്ക് ഇതിന്റെ സ്പീഡ് ലിമിറ്റൊക്കെ മാറി കുറച്ചുകൂടെ വിദേശ രാജ്യങ്ങളിലെ പോലെ അടിപൊളിയായിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഈ NH-66 പണി ഇങ്ങനെ പല ഭാഗത്തും ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗം ഇത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് തുറന്നു കിട്ടിയത് വളരെ ഉപകാരമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ ഈ റൂട്ടിലൂടെ പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ളപ്പോൾ തലശ്ശേരിയിലും മാഹിയിലും ഒക്കെ ഒരുപാട് സമയം നമുക്ക് വെറുതെ പോകും. ഭയങ്കര ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. അവിടുത്തെ റോഡും വളരെ ഇടുങ്ങിയതാണ്. കൂടാതെ മാഹിയിൽ നിന്ന് ഡീസലിനും പെട്രോളിനും ഒക്കെ വില കുറവുള്ളത് കൊണ്ട് ഡീസലും പെട്രോളും ഒക്കെ അടിക്കാനായിട്ട് വാഹനങ്ങളെല്ലാം അവിടേക്ക് വരികയും ചെയ്യും. അങ്ങനെയൊക്കെ ആയപ്പോൾ ഭയങ്കര ഗതാഗത കുരുക്കായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവായിട്ടുണ്ട്. ഡീസലും പെട്രോളും ഒക്കെ വേണമെന്നുള്ളവർ മാത്രം സർവീസ് റോഡിലൂടെ താഴേക്ക് പോയാൽ മതി. ബാക്കിയുള്ളവർക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഈ റോഡിലൂടെ പ്രത്യേകിച്ച് ഗതാഗത തടസ്സങ്ങളൊന്നുമില്ലാതെ നമുക്ക് പോകാനും പറ്റും. ഈ റൂട്ടിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന പലരുടെയും സ്വപ്നമായിരുന്നു ഈ ഒരു റോഡ്. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം മനോഹരമായ ഈ ആറുവരിപ്പാത നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേരള സർക്കാരും കൂടെ ചേർന്ന് പണി പൂർത്തീകരിച്ച് തലശ്ശേരി ടൗണോ മാഹി ടൗണോ ടച്ച് ചെയ്യാതെ നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുകയാണ്.
ഇതുപോലെ തന്നെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ ഈ റോഡിന്റെ ബാക്കി ഭാഗങ്ങളിലെ പണി കൂടി എത്രയും വേഗം പൂർത്തീകരിച്ച് നമുക്ക് തുറന്നു കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ ഇത്തരത്തിലൊരു റോഡ് നമുക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. നമ്മുടെ എല്ലാം യാത്ര വളരെ സുഗമമായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്.